ആക്ച്വലി എന്ത് പറയുക ആ വിഷയത്തിൽ അവരും ഒരു വിഷയമാണ്. ഇപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. ചെറിയ വിഷയമാണെന്ന് വെച്ചാൽ സ്ത്രീകളെ പ്രശ്നം അതൊരു വിഷയമാണെങ്കിൽ പോലും ഈ ലോകത്ത് സ്ത്രീകളും പുരുഷന്മാരൊക്കെ തിങ്ങി നടക്കുന്ന സ്ഥലമാണ്. രണ്ടുപേർക്ക് അങ്ങോട്ടൊരു ഈക്വാലിറ്റിക്ക് വേണ്ടിയാണല്ലോ ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് വിട്ടുവീഴ്ച ഒരു നേച്ചർ അങ്ങനെയാണ്. അപ്പോൾ ഒരു വ്യക്തിയെ വേറൊരു വ്യക്തി കൊണ്ട് നന്നാക്കാനൊന്നും പറ്റില്ല ഈ ലോകത്ത്. പിന്നെ അയാൾ ജയിലിൽ പോയി. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാര്യം ഇവിടെ കൊലപാതകം ചെയ്ത ആളുകളൊക്കെ ജയിലിൽ പോയിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുകളെ പിടിച്ചാൽ പോലും ജയിലിൽ പോകുന്നത്. അതൊക്കെ ആണല്ലോ കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നമല്ല. ഒരാളെ കൊല്ലുന്നതോ അല്ലെങ്കിൽ ഡ്രഗ്സ്. അതാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു കമൻ്റ് അടിച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ബോഡി ഷേമിങ് വളരെ മോശമാണെങ്കിൽ പോലും ജയിലിൽ പോകേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ജയിലിലൊക്കെ പോകുന്ന പറഞ്ഞാൽ ചെറുതും അത് കേസ് വലുത് തന്നെയാണ്. ഒരു സ്ത്രീയെ കുറ്റം അങ്ങനെ ബോഡി ഷേമിങ് അല്ലെങ്കിൽ ബോഡിയെ പറ്റി പറയുന്നത് വളരെ മോശമാണ്. പക്ഷേ എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ജയിലിൽ പോകേണ്ട ആവശ്യമുണ്ടോ? കാര്യം ജയിലിൽ പോകാന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്ത ആളുകളാണ് ജയിലിൽ പോകുന്നത്. അത് ഭീകരമായിട്ട് തെറ്റുകൾ ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നത് ജയിലിൽ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട്. ഞാൻ ആക്ച്വലി എൻ്റെ പേരിലും ഫേക്കായിട്ടുള്ള ഒരു ഇത് വന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ അന്ന് ചിന്തിച്ചൊരു കാര്യം, 1, 2, 3, 4 ദിവസം നമ്മൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനർത്ഥം പിന്നെ നമുക്ക് 100 ദിവസം കിടന്നാലും തുല്യമാണ്. ഒരു ദിവസം ജയിലിൽ പോയാൽ ജയിലിൽ പോകുന്ന ആളുകൾക്ക് അറിയാമുള്ളൂ. ജയിലിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ വിശ്വസിക്കുന്നില്ല. അത് എന്താ പറയുക, പാവമൊന്നും പറയാൻ പറ്റില്ല, രണ്ടും പറയാൻ പറ്റില്ല. ഇപ്പോൾ അയാൾക്ക് ഒരു കുറ്റബോധമുണ്ടാവും. ജനങ്ങൾ പ്രതികരിക്കണമെന്നില്ല. ജയിലിൽ പോകണമെന്ന് ഞാൻ പരമാവധി നമ്മൾ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 വ്യക്തികളെ വിളിച്ചിട്ട് ഇനി ഇത് ആവർത്തിക്കരുത് എന്നൊരു താക്കീത് കൊടുത്ത് വിടുന്ന ഒരു കേസുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ബോഡിയിൽ കയറി ബലമായി അങ്ങനെ അറ്റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സെക്ഷൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര ഡീപ്പായിട്ടുള്ള കാര്യത്തിൽ മാത്രം ജയിലിൽ പോകണമെന്ന് ഞാൻ പറയുന്നു ഒരു വ്യക്തി. അല്ലെങ്കിൽ നമ്മൾ ഡ്രഗ്സ് ഓൾവേസ് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത കാര്യം ഡ്രഗ്സ് അങ്ങനെയുള്ള കാര്യം. അല്ലെങ്കിൽ ഭീകരമായിട്ട് കള്ളുപിടിച്ച് വണ്ടി ഇടിച്ച് ആളുകൾ കൊല്ലുന്നുണ്ട്. ലൈസൻസിൽ കട്ടാവുന്നത്. ഒരാളെ വണ്ടി ഇടിച്ച് കൊല്ലാണ്, ഒരാളെ ജീവൻ ഭയങ്കര ഇതല്ലേ. അത് ലൈസൻസ് മാത്രമേ കട്ടാവുന്നുള്ളൂ. നിയമം കുറച്ചൊക്കെ മാറാനുണ്ട് നമ്മുടെ നാട്ടിൽ. കാര്യം നമ്മളവിടെ ഭയങ്കര സ്ത്രീകൾ മുതലെടുക്കുന്നു. അവരുടെ നിയമത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ലോയിലുള്ള കുറേ ആനുകൂല്യങ്ങൾ സ്ത്രീകൾ ഭീകരമായിട്ട് മുതലെടുക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നല്ല കേസുകളുണ്ടല്ലോ, ചില കേസുകൾ അവർ ഭീകരമായിട്ട് മുതലെടുക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു മുൻഗണന അവർ ഭീകരമായിട്ട് മുതലെടുക്കുന്നുണ്ട്.